കോഴിക്കോട് പന്തീരാങ്കാവിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയ കേസിൽ പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ കണ്ടെത്തി പോലീസ്. കണ്ടെത്തിയത് പ്രതി ഷിബിൻലാൽ തട്ടിപ്പിന് ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടറാണ്. കവർച്ച നടത്താൻ പ്രതി ഉപയോഗിച്ചത് വാടകയ്ക്കെടുത്ത സ്കൂട്ടറെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം 40 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. രമ്യ ദാസ് ചേരുന്നു വിവരങ്ങളുമായി. രമ്യ, ഈ കേസിന്റെ അന്വേഷണം ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഈ കോഴിക്കോട് പന്തീരങ്കാവിലെ ഈ ബാങ്ക് ജീവനക്കാരിൽ 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ പണം തട്ടിയെടുത്ത പ്രതി ഷിബിൻലാൽ സഞ്ചരിച്ച വാഹനമാണ്, അതായത് ഇന്നലെ ഈ പണം തട്ടിയെടുത്തുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ട സ്കൂട്ടറാണ് പോലീസ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പന്തീരങ്കാവിൽ തന്നെയുള്ള ഷിബിൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിൽ നിന്നാണ് ഇപ്പോൾ ഈ സ്കൂട്ടർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വാടകയ്ക്ക് എടുത്ത സ്കൂട്ടറാണ് ഇത്തരത്തിൽ കവർച്ച നടത്താൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇന്ന് ഈ ബാങ്ക് ജീവനക്കാരെ കൂടി, അതായത് 8 ജീവനക്കാരെ ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യാനാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ, അതായത് ഇയാൾ രക്ഷപ്പെടാൻ ഇയാൾ രക്ഷപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വന്നിരുന്നു. കൂടുതൽ CCTV ദൃശ്യങ്ങളും പ്രദേശത്തുള്ള പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയുടെ മൊബൈൽ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ട് വരികയാണ്. ലക്ഷ്മി. രമ്യദാസ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.